ഇതാണ് ഞാൻ പറഞ്ഞ നദി, തീവ്ര നദി. നമുക്ക് കണ്ടോ, ഇത് ഭഗവാന്റെ കിഴക്ക് വശത്തുകൂടെ ഒഴുകുന്ന നദിയാണ്. ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്തുകൂടിയാണ് ഒഴുകുന്നത്. പക്ഷേ എനിക്ക് ഭഗവാനെ ഒന്നും അങ്ങനെ ആ മറ്റേ അമ്പലത്തിൻ്റെ ഇതൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇവിടെ നിന്നിട്ടേ. സൂം ചെയ്തെടുത്തിട്ടും എൻ്റെ അറിവില്ലായ്മയായിരിക്കും കേട്ടോ. പക്ഷെ എനിക്കതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓം നമ ശിവ അല്ല, സോറി, ഓം നമ ശിവ അല്ലല്ലോ, ഹരേ രാമ. നമ്മൾ ആദ്യമേ വീഡിയോ ചെയ്തത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങൽ ഇപ്പോഴും നാവിൽ നിന്നും മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് ശിവൻ്റെ ഓർമ്മ വന്നതാണ്. ഇവിടെ ശ്രീരാമചന്ദ്രനാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിങ്ങമാസം പിറക്കുന്നതിന് മുമ്പായിട്ട് ഒരു മാസം ഉണ്ടല്ലോ, ആ മാസത്തിന് എന്താ പറയുന്നത്? കർക്കിടകം. അപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് കാലത്ത് പറയുന്നതിനെ പഞ്ഞമാസം എന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണേന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് 4 അമ്പലങ്ങളിൽ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്ഷേത്രമാണ് ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രമാണിത്, തൃപ്രയാർ എന്ന് പറയുന്നത്. അപ്പം എനിക്കിവിടുത്തെ കൂടുതലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതല്ലേ എനിക്ക് ചെയ്തു തരാൻ പറ്റൂ. അപ്പം അന്ന് എന്താ പറയണ്ട, കർക്കിടക മാസത്തിലെ പഞ്ഞം മാറാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് വരുന്ന ഒരു 4 അമ്പലങ്ങളുണ്ട്. അപ്പം അതിലെ ഒരു ക്ഷേത്രമാണിത്, ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രം. ഒന്നും ചെയ്യാൻ പറ്റാത്തതിലൊന്നും കാണാനൊന്നും പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം കണ്ടോ, ആകെ ഈ ഒരു നദി മാത്രമേ എനിക്കിപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ വേറെ എന്താ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് ഈ ക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്, എനിക്ക് ആ ഭഗവാനെ ഒന്ന് ദർശിക്കണമെന്ന് വെച്ചിട്ട്. ഞാനിവിടെ ഒരാളെ കണ്ടപ്പോഴേ ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പറയുന്നത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭഗവാനെയും കാണാൻ പറ്റിയില്ല, ഇവിടെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല. ഫെയ്ത്ത് അല്ലാണ്ട് ഇത് എന്ത് പറയാനാ. ഓക്കെ, അപ്പം നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ.